അസീരിയൻ രാജാവായ സെനക്കെരീബിൻ്റെ സൈനിക പ്രചാരണങ്ങൾ അടങ്ങിയിരിക്കുന്ന 3 കളിമൺ പ്രസ്സങ്ങളാണ് ടെയ്ലർ പ്രസ്സം, ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ്സം, ജെറുസലേം പ്രസ്സം. പൊതുവിൽ ഇവ മൂന്നിനെയും സെനക്കെരീബ് പ്രസ്സംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രസ്സങ്ങൾ അക്കാഡിയൻ ക്യൂണിഫോം ഭാഷയിൽ എഴുതിയവയാണ്. ഏകദേശം BC 691 മുതലാണ് ഇവ എഴുതപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. 6 വശങ്ങളുള്ള ടെയ്ലർ പ്രസ്സം കേണൽ റോബർട്ട് ടെയ്ലർ 1830 നിനെവയിൽ വെച്ച് കണ്ടെത്തി. ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ്സവും ജെറുസലേം പ്രസ്സവും എങ്ങനെ കണ്ടെത്തിയെന്നുള്ളത് അവ്യക്തമാണ്. ഈ പ്രസ്സങ്ങളിൽ സെനക്കെരീബ് ഇങ്ങനെ പറയുന്നു: യഹൂദയിലെ 46 കോട്ടകെട്ടിയ നഗരങ്ങൾ കീഴടക്കി, 2,150,000 പേരെ ബന്ദികളാക്കി. യെരുശലേമിൽ ഹിസ്കിയാവിനെ കൂട്ടിലെ പക്ഷിയെപ്പോലെ അടച്ചുപൂട്ടി. ഹിസ്കിയാവിൽ നിന്ന് കപ്പം സ്വീകരിച്ചു. ഇതേ ചരിത്ര സംഭവം ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം, 2 ദിനവൃത്താന്തം 32-ാമത്തെ അധ്യായം, യെശയ്യാവിൻ്റെ പുസ്തകം 36-ഉം 37-ഉം അധ്യായങ്ങൾ. ഈ വചനങ്ങൾ അനുസരിച്ച് സെൻഹെരീബ് യഹൂദയെ ആക്രമിച്ചു, യെരുശലേം വളഞ്ഞു. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവയുടെ ഒരു ദൂതൻ 1,85,000 അസീറിയൻ പടയാളികളെ വധിച്ചു. സെൻഹെരീബ് പിൻവാങ്ങി നിനെവയിലേക്ക് മടങ്ങി. സെനക്കെരീബിന് യെരുശലേം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 35-ഉം 36-ഉം വാക്യങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നു: അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,80,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സെൻഹെരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനെവയിൽ പാർത്തു. സെൻഹെരീബിൻ്റെ വിവരണങ്ങളും തിരുവചന വിവരണങ്ങളും ഒരേ കാര്യം 2 വിധത്തിൽ വിവരിക്കുന്നുവെങ്കിലും ഹിസ്കിയാവ് യഹൂദ ഭരിച്ചുവെന്നും അസീറിയൻ രാജാവ് സെൻഹെരീബ് യഹൂദ ആക്രമിച്ചുവെന്നും യഹൂദയിലെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും യെരുശലേം ഉപരോധിക്കപ്പെട്ടുവെന്നും സ്ഥിരീകരിക്കുന്നു.